ഹായ്, ഞാൻ ഡോക്ടർ ആരോമൽ ശേഖർ. ഞാൻ എൻഡോക്രൈൻ ആൻഡ് ബ്രസ്റ്റ് സർജറി വിദഗ്ധനാണ്. അതായത് തൈറോയ്ഡ്, ബ്രസ്റ്റ് എന്നീ അവയവങ്ങളിലെ ട്യൂമറുകൾ അതിൻ്റെ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ശസ്ത്രക്രിയ ഇല്ലാതെ തൈറോയ്ഡിലെ മുഴകളെയും ബ്രസ്റ്റിലെ മുഴകളെയും എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. വളരെ ഹോട്ടായ ഒരു ടോപ്പിക്കാണ്. അതായത് ശസ്ത്രക്രിയ നമുക്ക് ഒരു പരിധിവരെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ശസ്ത്രക്രിയ ഇല്ലാതെ തൈറോയ്ഡിലെ മുഴകളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. ആദ്യമായി നിങ്ങൾ ചോദിച്ചത് തൈറോയ്ഡ് മുഴകളും ഈ മൈക്രോവേവ് തെറാപ്പിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയ്ഡ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തൈറോയ്ഡിലെ മുഴകൾ സർവ്വസാധാരണമായി വരുന്ന മുഴകളാണ്. ഒരു 100 പേരെ സ്കാൻ ചെയ്ത് നോക്കിയാൽ 30ഓളം പേർക്ക്, 20 മുതൽ 30ഓളം പേർക്ക് തൈറോയ്ഡിൽ മുഴകളുണ്ടാവാം. ആ മുഴകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% പേർക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാവരും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ പറയാറുണ്ട് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല 90% മുഴകളിൽ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു മുഴയുണ്ടല്ലോ, അത് വളർന്നുകൂടെ, അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, തൈറോയ്ഡിൽ മുഴയുണ്ടെങ്കിൽ സൂചി പരിശോധന നടത്തി അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കും. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന തൈറോയ്ഡ് മുഴകളാണെങ്കിൽ അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യം വരും. അതൊരു 10% കുറവ് മുഴകളിൽ മാത്രമേ ഈ ശസ്ത്രക്രിയയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ബാക്കി വരുന്ന 90% മുഴകളും, ചെറിയ മുഴകൾ സാധാരണഗതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഒരു മുഴ ഇപ്പോൾ എല്ലാവരും നിങ്ങളെന്താ ചോദിക്കുന്നത്, ഒരു മുഴ വന്നു കഴിഞ്ഞാൽ സാറ് കുത്തി പരിശോധിച്ചു, അതിൽ ക്യാൻസർ ഇല്ല, ട്രീറ്റ്മെൻറ്റിനൊന്നും ആവശ്യമില്ല, പിന്നെ എപ്പോഴാണ് ഈ മൈക്രോവേവ് തെറാപ്പി ഉപയോഗിക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഈ എല്ലാ മുഴകളിലും മൈക്രോവേവ് തെറാപ്പി ഉപയോഗിക്കാമോ? അപ്പോൾ ഈ മൈക്രോവേവ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു മൈക്രോവേവിൻ്റെ ആൻറ്റിനയുണ്ട്. ഈ ആൻറ്റിന ഉപയോഗിച്ച് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ആൻറ്റിനയെ ഈ ട്യൂമറിനുള്ളിലേക്ക് കടത്തി ചൂട്, നമ്മൾ മൈക്രോവേവ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവിൽ ചൂട് കൊടുക്കുന്നത് എയറിലുള്ള ട്രാൻസ്മിഷനാണല്ലോ. അതല്ലാതെ ഒരു പ്രോബിനറ്റത്തേക്ക് ഈ ചൂട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ട്യൂമറിനകത്തുള്ള വെള്ളം ചൂടായി ഈ ട്യൂമർ നശിച്ചു പോക്കുകയാണ് സാധാരണ ഈ മൈക്രോവേവ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ട്യൂമറിലാണ് നമുക്ക് ഈ മൈക്രോവേവ് ഉപയോഗിക്കാൻ കഴിയുന്നത്? ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, തൈറോയ്ഡിലെ ക്യാൻസർ മുഴകൾ ഉണ്ടാകുമ്പോൾ നമുക്കത് സ്പ്രെഡ് ചെയ്യാനൊരു സാധ്യതയുണ്ടാവും. അപ്പോൾ ഈ തൈറോയ്ഡിലെ മുഴകൾ കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ മുഴകളാണെങ്കിൽ ഈ ട്യൂമർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നിടത്ത് പിന്നെയും സ്പ്രെഡ് ചെയ്യാനൊരു സാധ്യതയുണ്ടാവും. അപ്പോൾ ക്യാൻസറിൻ്റെ വലിയ മുഴകളിൽ നമുക്ക് ഈ മൈക്രോവേവ് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആർക്കാണ് ഈ മൈക്രോവേവിൻ്റെ ഹീറ്റ് തെറാപ്പി ഉപയോഗിക്കാൻ കഴിയുന്നത്? അതായത് നമ്മൾ കുത്തി പരിശോധിച്ച് നോക്കുന്ന ഒരു 90% മുഴകളിലും ക്യാൻസറിൻ്റെ അംശം ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള മുഴകളെ നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോഴും നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില മുഴകൾ വലുതാവാൻ തുടങ്ങും, സൈസ് കൂടാൻ തുടങ്ങും. ആ മുഴകളിലാണ് വീണ്ടും സർജറി വേണ്ടി വരുന്നത്. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ഇല്ലാത്ത മുഴകളിലാണ് കൂടുതലും മൈക്രോവേവ് തെറാപ്പി പോലുള്ള ലോക്കൽ തെറാപ്പികൾ ഉപയോഗിക്കുന്നത്, വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ട്യൂമറിനകത്തേക്ക് മൈക്രോവേവിൻ്റെ ആൻറ്റിന കടത്തുകയും അതിനെ ഹീറ്റ് ചെയ്ത് ഈ ട്യൂമറിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 80%, 70 മുതൽ 80% അതിൻ്റെ വോളിയം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ക്യാൻസർ ഇല്ലാത്ത ഈ വലിയ മുഴകളിൽ നമ്മൾ ഈ മൈക്രോവേവ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കാനും ഒരു സർജറി അവോയ്ഡ് ചെയ്യാനും കഴിയും. അപ്പോൾ പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ മുഴകളിലും ഉപയോഗിക്കുന്ന കാര്യമല്ല മൈക്രോവേവ് എന്നുള്ളത്. പക്ഷേ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ക്യാൻസർ ഇല്ലാത്ത പേഷ്യൻ്റ്, സ്പ്രെഡ് ആവാത്ത ക്യാൻസർ ഇല്ലാത്ത പേഷ്യൻ്റ്, ക്യാൻസർ ഇല്ലാത്ത പേഷ്യൻറ്റിലാണ് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ബിനൈനായിട്ടുള്ള നോൺ ക്യാൻസറസ് ലീഷൻസിലാണ് മൈക്രോവേവ് തെറാപ്പി ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, എങ്ങനെയാണ് ഈ മൈക്രോവേവ് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരാളെ ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ അയാളെ മയക്കി, അതായത് അനസ്തീഷ്യ കൊടുത്ത് മയക്കിയതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നമ്മൾ കഴുത്തിലേക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോവേവ് തെറാപ്പി ആണെങ്കിൽ ആളിനെ പൂർണ്ണമായും മയക്കാറില്ല, പകരം നമ്മൾ സാധാരണ തരിപ്പിക്കുമെന്ന് മലയാളത്തിൽ പറയും, ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ആ ഭാഗത്തെ
വേദന അതുപോലെ സ്പർശനശേഷി കുറച്ചതിന് ശേഷം ഒരു ചെറിയ ആൻറ്റിന് നമ്മൾ ഈ ട്യൂമറിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അൾട്രാസൗണ്ട് വെച്ചിട്ട് ഈ ട്യൂമറിനുള്ളിലേക്ക് ഈ ആൻറ്റിനെ കടത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ആൻറ്റിന ട്യൂമറിനുള്ളിൽ കടക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ട്യൂമറിന് തരിപ്പിക്കുന്ന സമയത്ത് അതിന് ചുറ്റും നമ്മൾ ഈ ലോക്കൽ അനസ്തീഷ്യ ദ്രാവകവും സലൈനും നിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹീറ്റ് എനർജി നോർമൽ ഭാഗത്തേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയില്ല. നമ്മൾ ഈ ട്യൂബറിനുള്ളിൽ മാത്രം ഹീറ്റ് എനർജിയെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ മൈക്രോവേവ് കടത്തിയിട്ട് ഇതിനകത്ത് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കുമ്പോൾ ഈ സെല്ലുകൾ നശിക്കും, ആ ട്യൂമർ പതുക്കെ റിഗ്രസ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പതുക്കെയാണ് റിഗ്രസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 6 മാസം വരെ സമയമെടുക്കും. അപ്പോൾ ഇത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അതിനെ നോക്കിക്കൊണ്ട് തന്നെ ഇതിനെ കരിച്ച് കളയാൻ സാധിക്കും. അതുകൊണ്ട് പുറത്തേക്കുള്ള ഇഞ്ചുറികൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കരിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ അനസ്തീഷ്യ ആയതുകൊണ്ട് സെയിം ഡേ വന്നിട്ട് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് 3 മുതൽ 4 മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിന് വീട്ടിൽ പോകാൻ സാധിക്കും. റെസ്റ്റും അതുപോലെ കുറച്ച് ദിവസങ്ങളെ വേണ്ടി വരുള്ളൂ. നിങ്ങൾ ചോദിച്ചു ഈ മൈക്രോവേവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർ ഒന്ന് കാണിക്കാൻ പോകുന്നത്. മൈക്രോവേവിൻ്റെ പ്രവർത്തനം നമുക്ക് ഞാനിപ്പോൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ട്യൂമർ മുഴയുടെ ഭാഗങ്ങൾ തരിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ മൈക്രോവേവ് എങ്ങനെയാണ് ഉപയോഗിച്ച് ഇതിനെ കരിച്ച് കളയുന്നതെന്നും നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. തൈറോയിഡിലെ മൈക്രോവേവ് അബ്ലേഷൻ തെറാപ്പി ഒരു ഹീറ്റ് തെറാപ്പിയാണ്. അതായത് മൈക്രോവേവ് ആൻറ്റിന ഉപയോഗിച്ച് നമ്മൾ നോഡ്യൂളിനെ നശിപ്പിക്കുന്ന തെറാപ്പിയാണ് തൈറോയിഡിലെ മൈക്രോവേവ് അബ്ലേഷൻ തെറാപ്പി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായി ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനെ മയക്കുകയാണ് ചെയ്യുന്നത്, അതായത് സെഡേറ്റ് ചെയ്യും, ബോധം കെടുത്തുമെന്ന് നമ്മൾ പറയും, അനസ്തീഷ്യ കൊടുത്ത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിന് സ്വതവേ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ, അതായത് അവിടെ നമ്മൾ തരിപ്പിക്കുന്നു എന്ന് മലയാളത്തിൽ പറയും, ആ തരിപ്പിച്ചതിന് ശേഷമാണ് ഇതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തരിപ്പിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തരിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ആ മുഴയുടെ മുകളിലേക്ക് ഒരു നീഡിൽ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു സൂചിയാണ്. ഈ ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കൽ അനസ്തീഷ്യ ഒരു ദ്രാവകമാണല്ലോ, അപ്പം അതിന് ചുറ്റുമുള്ള ഭാഗത്തേക്ക് ദ്രാവകം നമ്മൾ നിറയ്ക്കുമ്പോൾ ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂ നശിച്ചു പോകുന്നില്ല. ട്യൂമർ മാത്രമേ നമുക്ക് ഇതിനെ കരിച്ച് കളയുമ്പോഴും നശിച്ചു പോകുന്നുള്ളൂ. അതുപോലെ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് വേദന അറിയുകയുമില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നോഡ്യൂളിന് ചുറ്റും നമ്മൾ ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉപയോഗം തരിപ്പിക്കലും അതുപോലെ ചുറ്റുമുള്ള ടിഷ്യൂലേക്ക് ഹീറ്റ് എനർജി ഇറങ്ങാതെ നോക്കുകയാണ് ഈ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നതുകൊണ്ട് ഗുണമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സെഡേഷൻ, അതായത് മയക്കലിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ രോഗി വന്നു കഴിഞ്ഞാൽ ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പൂർണ്ണമായും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയും. ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ മൈക്രോവേവ് ഉപയോഗിച്ച് ശരീരത്തിലെ ട്യൂമറുകൾ കരിച്ച് കളയുന്നതിന് യൂസ് ചെയ്യുന്ന ആൻറ്റിനകൾ പലതരമുണ്ട്. അപ്പോൾ ഈ ആൻറ്റിനകളുടെ പ്രവർത്തനത്തിലൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിനകളെ നമ്മൾ തണുപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്, കൂൾ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിനയുടെ അഗ്രത്തിൽ മാത്രമേ നമ്മൾ ഹീറ്റ് പുറത്ത് വരാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഒരു തണുത്ത വെള്ളം ഇതിനകത്തേക്ക് പ്രവഹിപ്പിക്കും. അതുപോലെ ആൻറ്റിനകളെ കൂൾ ചെയ്തിരിക്കും. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വാട്ടർ പമ്പാണ്. അപ്പോൾ ഈ വാട്ടർ പമ്പിലൂടെ ഇതിനകത്തൊരു തണുത്ത വെള്ളം പ്രവഹിക്കുന്നതുകൊണ്ട് ആൻറ്റിന എപ്പോഴും തണുത്തേ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ കോട്ടിംഗ് ഉണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമേ ഹീറ്റ് എനർജി പ്രവഹിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ മുഴകളെ ചുറ്റും നമ്മൾ തണുത്ത ദ്രാവകവും അതുപോലെ തന്നെ ലോക്കൽ അനസ്തീഷ്യ കൊണ്ട് തരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചുറ്റിലേക്കും ഹീറ്റ് ഇറങ്ങുകയും ചെയ്തില്ല. ഈ ആൻറ്റിനയുടെ മൈക്രോവേവ് ആൻറ്റിനയുടെ ടിപ്പിൽ മാത്രമേ ഹീറ്റ് വരുള്ളൂ. അപ്പോൾ ഹെൽത്തി ടിഷ്യൂ നശിച്ചു പോവില്ല. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പകരം ട്യൂമറുകൾ മാത്രമേ നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പേഷ്യൻറ്റിന് നമ്മൾ ട്യൂമറിന് ചുറ്റും ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് തരിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആൻറ്റിനയെ തണുപ്പിക്കുന്ന ദ്രാവകം സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. അതിന് ശേഷമാണ് ഈ പ്രൊസീജിയർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പേഷ്യൻറ്റിനെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് തരിപ്പിച്ചതിന് ശേഷം
ആൻറ്റിനെ കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ആൻറ്റിനെ അൾട്രാസൗണ്ട് ഗൈഡൻസ്, അതായത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിലൂടെ തന്നെ നോക്കിക്കൊണ്ട് പതുക്കെ ഈ ട്യൂമറിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂമറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ട്യൂമറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ആൻറ്റിന എത്തിയത് കാണുന്നുണ്ടാവും. ആ ട്യൂമറിനുള്ള ആൻറ്റിനെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ പക്ഷേ ട്യൂമറിൻ്റെ വെളിയിലേക്ക് ഈ ആൻറ്റിനെ നമ്മൾ കടത്തില്ല, ട്യൂമറിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കും. അതിനുശേഷം ഇത് നോക്കിക്കൊണ്ട് ലൈവായിട്ട് തന്നെ എനർജി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനർജി കൊടുക്കുമ്പോൾ നമുക്ക് വെളുത്ത നിറം കാണാൻ കഴിയും. അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ആ കറുത്ത ട്യൂമർ ഒരു വെളുത്ത നിറം സ്പ്രെഡ് ചെയ്യുന്ന കാണാൻ കഴിയും നശിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ തൈറോയിഡിലുള്ള മുഴകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാതെ മൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ ട്യൂമർ കരിഞ്ഞ ഭാഗം ഒരു വെളുത്ത നിറത്തിലേക്ക് മാറും. അതുപോലെ ഒരു സ്ഥലത്ത് നിർത്തി ട്യൂമർ കരിക്കാതെ അതിനെ കരിയുന്നതിനനുസരിച്ച് പുറകോട്ട് നമ്മളിതിനെ വിഡ്രോ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് നശിച്ചു പോവുകയാണ് ഈ മൈക്രോവേവ് തെറാപ്പി കൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് അതിൻ്റെ ട്യൂമറിൻ്റെ മുകളിലേക്ക് ഒരു ഭാഗത്തുനിന്ന് പതുക്കെ മുകളിലേക്ക് നമ്മൾ കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻറ്റിന ട്യൂമറിനുള്ളിലാണ്. എനർജി കൊടുക്കുമ്പോൾ അത് നശിച്ചു പോകുന്ന കാണാൻ കഴിയുന്നുണ്ട്. മൈക്രോ ബബിൾസ് അല്ലെങ്കിൽ ഹൈപ്പർ എക്കോജനസിറ്റി എന്ന് പറയും. വെളുത്ത നിറം വരുമ്പോൾ നമ്മളത് പുറകേക്ക് വലിക്കും. മൈക്രോവേവിൻ്റെ ആൻറ്റിന എത്രത്തോളം കരിവ് വരുമെന്നെങ്കിൽ ഇതിൽ തന്നെ വളരെ ക്ലിയറായി മനസ്സിലാവും. മൈക്രോവേവിൻ്റെ ആൻറ്റിന വെച്ചിട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു വെള്ള കോട്ടിങ്ങിന് ചുറ്റും ഓൾമോസ്റ്റ് 2 സെൻറ്റിമീറ്ററോളം മാത്രമേ കരിയുന്നുള്ളൂ. പുറകേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് തണുപ്പിച്ച ആൻറ്റിനയാണ്, പുറകോട്ട് കരിവുണ്ടാവില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് മൈക്രോവേവ് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു ചികിത്സാ രീതിയാണോ എന്നാണ്. ഒരു ചികിത്സാ രീതികളും 100% സുരക്ഷിതമല്ല. സർജറിക്ക് നമുക്ക് സാധാരണ 1% കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവിനും ഈ അബ്ലേറ്റീവ് തെറാപ്പികൾക്കും 1% കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് ഉണ്ടാവാറുള്ളത്? നമ്മളിത് കരിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് മൈക്രോവേവ് തെറാപ്പിക്ക്. ഇനി നമ്മൾ ഈ കരിക്കുമ്പോൾ ഇതിനടുത്തുള്ള സ്ട്രക്ചേഴ്സ്, അതായത് നെർവുകൾ, നമ്മൾക്ക് അറിയാം തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ശബ്ദത്തിന് വ്യതിയാനം ഉണ്ടാകാൻ 1% സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മൈക്രോവേവ് തെറാപ്പി ചെയ്യുമ്പോൾ ഹീറ്റ് കുറച്ച് കൂടുതൽ പുറത്തേക്ക് പോവുകയുണ്ടായാലോ, അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിനെ ഇഞ്ചുറി ചെയ്താലോ 1% ആൾക്കാരിൽ ശബ്ദത്തിന് വ്യതിയാനം ഉണ്ടാവാം. അതുപോലെ ട്രക്കിയ, ഈസോഫാഗസ് എന്നിവയിൽ കരിവുണ്ടായാലും അതിൻ്റെ ഇഞ്ചുറികൾ ഉണ്ടാകാനുള്ള സാധ്യത 1% ഉണ്ട്. പക്ഷേ ഒരു 99%, ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ഇത് അൾട്രാസൗണ്ട് ഗൈഡൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഈ ഇഞ്ചുറിയെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ബ്രസ്റ്റ് മുഴകളിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രസ്റ്റ് ക്യാൻസറിന് മൈക്രോവേവ് തെറാപ്പി അതുപോലെ RFA തെറാപ്പിക്ക് ഒരുപാട് യൂസുകളില്ല. എൻഡ് സ്റ്റേജ് ഡിസീസിൽ മാത്രം ഒരു പാലിയേറ്റീവ് മെഷറായി യൂസ് ചെയ്യാം. പക്ഷേ കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് ക്യാൻസർ അല്ലാത്ത ബ്രസ്റ്റ് മുഴകളിലാണ്. തൈറോയിഡിൽ ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ അല്ലാത്ത തൈറോയ്ഡ് മുഴകളിലെ പോലെ ബ്രസ്റ്റിലും ക്യാൻസർ അല്ലാത്ത മുഴകളിൽ നമ്മൾക്കറിയാം, ചെറിയ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് മൗസ് എന്ന് വിളിക്കുന്ന ഫൈബ്രോ അഡിനോമകളുണ്ട്. ചില കുഞ്ഞു സ്ത്രീകളിൽ ഈ ഫൈബ്രോ അഡിനോമകൾ റിക്കറൻ്റായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവരുടെ നിപ്പിളിൻ്റെ സൈഡിൽ സ്കാർ ഉണ്ടാവുകയും നിപ്പിൾ സെൻസേഷനും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീണ്ടും സർജറി വേണ്ടിയിരുന്ന ഒരുപാട് കുഞ്ഞ് മക്കളുണ്ട്, അതായത് ടീനേജിലുള്ള കുട്ടികൾ. അപ്പോൾ അവർക്ക് ഈ വീണ്ടും വരാനുള്ള ഫൈബ്രോയിഡ് യൂട്രസിൽ വരുന്ന പോലെ തന്നെ ഫൈബ്രോ അഡിനോമ ബ്രസ്റ്റിൽ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ മുഴകളാണെങ്കിൽ നമ്മൾ ഈ മൈക്രോവേവ് ആൻറ്റിന കടത്തി അതിനെ കരിച്ച് കളയാൻ സാധിക്കും. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സൈസ് കുറയ്ക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ സർജറി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഇതൊരു OPD പ്രൊസീജിയറാണ്, അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ, അനസ്തീഷ്യ എന്നിവ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ഈ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നുള്ള സ്കാറിങ്, അതുപോലെ തന്നെ നിപ്പിൾ സെൻസേഷനിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ മൈക്രോവേവ് തെറാപ്പി കൊണ്ട് കഴിയും. ഇപ്പോൾ ബ്രസ്റ്റിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസിൽ, ബ്രസ്റ്റ് മൗസ് ഫൈബ്രോ അഡിനോമകളിലാണ് കൂടുതലും മൈക്രോവേവ് ഉപയോഗിച്ചുള്ള കരിച്ച് കളയലിൻ്റെ
ഉപയോഗമുള്ളത്.